പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രികാലിൽ ഇങ്ങനെ പടച്ചവനെ തന്റെ ജനതയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു പടച്ചവരെ മലമുകളിൽ ഒരു സ്ഥലത്തൊരു വെളിച്ചം കാണുകയാണ്. അവിടെ മനസ്സിലായി യാത്രക്കാരോ പെട്ടുപോയതാണ്. സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുകയാണ്. ഒരു ഉമ്മാടുപ്പിന്റെ ചുവട്ടിലിരിക്കുന്നുണ്ട്. മക്കള് കിടന്ന് വല്ലാതെ കരയുകയാണ്. അതാ യാത്രക്കാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്ന, ഉമ്മാ ഈ മക്കള് കിടന്ന് കരയുന്നത് എന്തിനാണ്? കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് വിശന്നെന്താണ് അവർ കിടന്ന് കരയുന്നത്? ഉമർ തങ്ങൾ ചോദിച്ചു, എന്തേ അടുപ്പിലിരിക്കുന്നത്? എന്താണ് അടുപ്പിലിരിക്കുന്നത്? ഭക്ഷണമാണോ? ഉമ്മ പറഞ്ഞു, ഒരിക്കലുമില്ല, പച്ചവെള്ളം വെച്ചിരിക്കുകയാണ്. എന്റെ മക്കളെ ഭക്ഷണമാണെന്ന് കരുതിയിട്ട് ഇവിടെ കടന്ന് കരഞ്ഞവർ ഉറങ്ങിപ്പോകുമല്ലോ, അവരെ പറ്റിക്കാനാ വെള്ളം ചൂടുവെള്ളമാ പാത്രത്തിലിരിക്കുന്നത്. എന്നിട്ടാ ഉമ്മ പറയുകയാണ്, ഉമർ ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നു, ഞങ്ങളുടെ കാര്യം ഉമറിനറിയേണ്ടതില്ലല്ലോ, ഞങ്ങളുടെ കാര്യം ഉമറിനറിയേണ്ടതില്ലല്ലോ. ആ ഉമ്മ പറഞ്ഞു, ഉമ്മയോട് ചോദിക്കുകയാണ്. ആ ഉമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഭരണാധികാരി ഉമറാണ്, ഞങ്ങളുടെ അവസ്ഥ ഉമറിനറിയണ്ടല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മാ നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ഉമറിനറിയില്ലല്ലോ, അറിയണമല്ലോ. ഉമ്മ തിരിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഭരണാധികാരിക്ക് അറിയണം, തന്റെ അനുയായികളുടെ അവസ്ഥ എന്താണെന്ന് ഉമർ കണ്ടുപിടിക്കണമല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ ഭയപ്പെടുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയണമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇറങ്ങി ഓടുകയാ. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവസാനം ബൈത്തുൽ മാലിൽ കരുതി വെച്ചിരുന്ന ഭക്ഷണവും നെയ്യും മാവും എല്ലാം എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നു. ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവനും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ചു കൊടുക്കുകയാ. കൂടെ പോയ സഹാബി പറയുകയാണ്, ഉമർ തങ്ങളാണ് അവിടെ ഇരുന്ന് ചപ്പാത്തി മാവ് കുഴച്ചുണ്ടാക്കിയത്. തീയുടെ ചുവട്ടിലിരുന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാ ഭക്ഷണം ഉണ്ടാക്കിയത്. അവസാനം ആ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ആ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? ഭരണാധികാരിയാകാം നിങ്ങൾക്കാ മോരെ. ആ ഉമ്മ പറഞ്ഞു കൊടുത്തു, ഇസ്ലാമിന്റെ ഭരണാധികാരിയായിരിക്കേണ്ടത് ഉമറല്ല, നിങ്ങളാണ് അതിനർഹൻ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞില്ല ഞാനാണ് ഉമറെന്ന്. ആ ഉമ്മ പറഞ്ഞു കൊടുത്തു. ഈ ഭക്ഷണം മുഴുവനും ചുമന്നുകൊണ്ടുവന്ന് വെച്ച് മക്കൾക്കും ആ ഉമ്മയ്ക്കും കൊടുത്തപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാ, മക്കളെ മോനെ, നീയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരി ആവാനുള്ള യോഗ്യത നിനക്കാ, ഉമറിനല്ല. റളിയല്ലാഹു തആല അൻഹുവിനെ പറയാം, അത് ഞാനാ ഉമർ എന്ന് പറഞ്ഞില്ല, ഞാനാ ഉമ്മ എന്ന് ഉമർ നിങ്ങൾ പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിണ്ടാതെ ഭക്ഷണം കൊടുത്ത് ദുആ ചെയ്തിട്ട് തിരിച്ച് നടന്നുപോയി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മളെങ്ങാനാണെങ്കിൽ ആലോചിക്കേ, നമ്മളെങ്ങാണമാണെങ്കിൽ ആലോചിച്ചോക്കെ. അങ്ങനെ ആയിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് നോക്കുമ്പോ രാത്രി ഇങ്ങനെ പോകുമ്പോ ഒരു സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങി പോവാ. തലയിലൂടെ തുണിയിട്ടിട്ട് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ പതുങ്ങി പോവാ. സുബ്ഹാനല്ലാഹ്, ഇന്നെങ്ങാണമാണെങ്കിൽ തീർന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാത്രി ഇങ്ങനെ തലയിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കി, ഇതെന്താ ഒരു പന്തികേടുള്ള ഹൊക്ക, ഇതൊരു പന്തികേടുണ്ട്, ഇതാരാ കണ്ടുപിടിക്കണല്ലോ, ഉമറല്ലേ രാജ്യം ഭരിക്കണേ. ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഇങ്ങനെ ഒരുത്തനോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ആളാരാന്ന് മനസ്സിലാവണില്ല. പതുങ്ങി ഇങ്ങനെ പോയിട്ട് ആരുമില്ല, ഒഴിഞ്ഞ ഒരു ഭാഗത്തൊരു വീടിരിക്കുന്നുണ്ട്. ആ വീടിന്റെ മുന്നിലേക്ക് പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചേരം ഇരിക്കല്ലേ, ഒന്നും ആയില്ല, പകുതി ആയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇത്തിരി കൂടെ ഇരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരാൾ തലയിൽ തുടിയിട്ടിട്ട് പതുങ്ങിപ്പോവാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവനെ പൊക്കണം, ഇവൻ ആരായാലും ഇവനെ കണ്ടുപിടിച്ചിട്ട് ഇവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇവന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം, വിടാൻ പാടില്ല. അങ്ങനെ പുറകെ പോയി അവസാനം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ഒളിഞ്ഞ്, രാത്രി ഒരു വീടിന്റെ മുന്നിൽ ഒളിഞ്ഞ് ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരുമില്ല. പടച്ചോനെ അനുവാദം പോലും ചോദിക്കാതെ അകത്തേക്ക് വാതിൽ തുറന്ന് കയറി. അപ്പൊ ഈ സഹാബി ഇങ്ങനെ പുറകിൽ നോക്കുക, ആരാ അല്ലാഹ് പടച്ചോനെ, നിങ്ങൾ ആലോചിക്ക്, രാത്രി ഒറ്റയ്ക്ക് ഒരു വീടിന്റെ അകത്ത് പതുങ്ങി കയറാ. നമ്മളാണെങ്കിൽ പോയി പിന്നെ മരത്തിൽ കെട്ടിയിട്ടിട്ട് ഇടി മാത്രമേ കാണത്തുള്ളൂ. ആലോചിക്കേ അല്ലേ? ചരിത്രം പഠിച്ചോ? നാട്ടുകാരെ വിളിച്ചൊന്നുമില്ല. ആ സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് പതുക്കെ അകത്തോട്ട് കയറുമ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ പാതിരാത്രി കയറി പോണേ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് തെള്ളിപ്പോയി. കാരണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പാതിരാത്രി പതുങ്ങി വീട്ടിൽ കയറാ. സുബ്ഹാനല്ലാഹ്. ആ സഹാബി ഇങ്ങനെ കണ്ണം തെള്ളി നിൽക്കാ. പടച്ചോനെ ആരാ അല്ലാഹ് ഇത്? ഉമറിന്റെ ഹൃദയത്തെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പരാജയപ്പെടുത്തി കളഞ്ഞത് ഏത് പെണ്ണാ അല്ലാഹ്? ആരാ അല്ലാഹ്? പടച്ചോൻ ഈ സഹാബി ഇങ്ങനെ കുറെ നേരം നോക്കി നിന്നു. ഇറങ്ങി വന്നാ ചോദിക്കാന്ന് കരുതിയിട്ട്, ഖലീഫയല്ലേ, ഇറങ്ങി വന്നാ ചോദിക്കാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു. ഒരുപാട് സമയം നിന്നു, ഇറങ്ങി വന്നില്ല. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു അടയാളം വെച്ച് വീട് കണ്ടുപിടിക്കണമല്ലോ. വീടിന്റെ പുറത്തൊരു അടയാളം വെച്ച് വീട്ടിൽ പോയി. ഉറക്കൊന്നുമില്ല, അങ്ങനെ എപ്പോഴോ ഉറങ്ങി. രാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ പോയി, നമസ്കരിക്കാൻ വേണ്ടി പോയി. പടച്ചവനെ പള്ളിയിൽ പോയപ്പോ ഇമാമ നിൽക്കുന്ന ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറകെ നിസ്കരിക്കുക. ഇന്നലെ രാത്രി ചങ്ങാതിയെ വീടിനകത്ത് കയറി പോയത്, എങ്ങനെയാ നിസ്കരിക്കുക? അപ്പൊ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും പടച്ചവൻ എന്തൊരു തെറ്റിദ്ധാരണ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചില്ല, സലാം വീട്ടി. സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇറങ്ങുകയാണ്. എന്നിട്ട് ഇന്നലെ രാത്രി പടച്ചവനെ അടയാളം വെച്ച വീട് ഏതാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. തിരഞ്ഞു നടക്കുകയാണ്. അവസാനം ആ വീട് കണ്ടുപിടിച്ചു. വീടിന്റെ മുന്നിൽ ചെന്നു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അതാ വീടിന്റെ അകത്ത് നിന്ന് സലാം അടക്കുന്നതൊരു പെണ്ണാ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അനുവാദം ചോദിക്കുകയാണ്. വീടിന്റെ പുറത്ത് പോയി നിന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അവിടുന്ന് അനുവാദം ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത് പെണ്ണാണ് പറഞ്ഞത്. അപ്പൊ കൺഫേമായി. അപ്പൊ ആ വീടിന്റെ അകത്ത് പെണ്ണാണെന്ന് കൺഫേമായി. എന്നിട്ടും ഉമർ തങ്ങളെ പോയതല്ലേ, ശരിയല്ല. അവിടുന്ന് വിശ്വസിച്ചില്ല. അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉമർ തങ്ങൾ കാണുന്ന കാഴ്ച എന്താ? സുബ്ഹാനല്ലാഹ്. പടുവൃദ്ധയായ ഒരു ഉമ്മയാണ്. ആരാരുമില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, എല്ലും തോലുമായിട്ട് കിടക്കുന്ന ഒരുമ്മ. പടച്ചവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. പടച്ചവരെ, ആ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മ, ഇന്നലെ രാത്രി ഇവിടെ ഒരു മനുഷ്യൻ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? മോനെ, എനിക്ക് കണ്ണ് കാണാറില്ല, എഴുന്നേക്കാൻ കഴിയാറില്ല. എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ഒരു മനുഷ്യർ ഇവിടെ വരും. പടച്ചവരെ, എന്നെ കുളിപ്പിക്കുമല്ലോ, എന്റെ വസ്ത്രം കഴുകുമല്ലോ, എന്റെ മൂത്രവും കാഷ്ടവും വാരുമല്ലോ, എന്നെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ട് ആ മകൻ തന്നെ വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണമുണ്ടാക്കി. ആ പൊന്നുമോൻ എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം സ്വന്തം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും വാരിത്തരുന്ന മനുഷ്യനാ.
അല്ലാഹുവേ, സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ, സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ ഇന്ന് ഉമ്മയെപ്പോലും അങ്ങനെ പല മക്കളും നോക്കാറില്ല. ഏത് ഭരണാധികാരിക്കാ ഇങ്ങനെ ഭരിക്കാൻ കഴിയുന്നത്? ഉമർ തങ്ങൾ ചെന്ന ഉമ്മാന്റെ മൂത്രം വാരുകയാ. ഇന്നൊരു രോഗിയെ കാണാൻ പോയാൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ പത്രക്കാര് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞത് ഫ്ലെക്സ് അടിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടും. എന്നിട്ട് മാറി നിന്നിട്ട് ഡെറ്റോൾ അടിച്ച് കൈ കഴുകുന്ന കാലവാ. ഉമർ തങ്ങൾ അങ്ങനെയല്ല. ആ ഉമ്മയുടെ മൂത്രം കഴുകി, കാഷ്ടം വാരി, ഉമ്മാനെ കുളിപ്പിച്ചു, ഉമ്മയുടെ തുണി കഴുകി കൊടുത്തു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, ഉമ്മാനെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് തന്റെ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് ആ ഉമ്മാടെ വായിലേക്ക് വാരി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മ അതാരാണെന്നറിയോ? ഉമ്മ അതാരാണെന്നറിയോ? ഉമ്മ പറഞ്ഞു, മോനെ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല, എനിക്ക് കണ്ണ് കാണില്ലല്ലോ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ അതാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ ഭരണം അങ്ങനെയായിരുന്നു. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലായിരുന്നു. വല്ലാത്ത ജനങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വല്ലാത്ത ഭയമായിരുന്നു. ഉമർ തങ്ങൾ പാതിരാത്രി പരിശുദ്ധനായ പ്രവാചകൻ അവിടുന്ന് ചരിത്രത്തിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. ഒരു ദിവസം തന്റെ കഴുതയുടെ മുകളില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. പടച്ചവരെ, ഇന്ന് അങ്ങനെയൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പായിപ്പാട് മുഴുവനും നടന്നു, ഇനി ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തുനിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ട സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കേൾക്കോ? നെഞ്ചത്തെ കൈവച്ചിട്ട് പറ. പണ്ടത്തെ കാലം അങ്ങനല്ല. പണ്ടൊക്കെ ഓരോ വീടുകളിൽ ഖുർആൻ ഓതുന്നത് കേൾക്കാം, ഓരോ വീട്ടിലും ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. ഇന്ന് സീരിയലിന്റെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുതയുടെ പുറത്തിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം ഒരു വീട്ടില്, ഖലീഫയാണ്, ഒരു വീട്ടിൽ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വത്തൂർ വകിതാബിൻ മസ്തൂർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. സൂറത്തു തൂർ ഇങ്ങനെ ഓതുന്നത് ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. കഴുതയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അവിടെ കഴുതയുടെ മുകളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. ആ വീടിന്റെ അകത്തിരുന്ന് ഓതി ഇന്ന അദാബ ലിറബ്ബി, ഇന്ന അദാബ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പായിട്ടും സംഭവിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാഹു നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ ഒരു മാസം പേടിച്ച് വിറച്ച് റബ്ബേ എഴുന്നേക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്നിട്ട് സഹാബത്ത് സിയാറത്ത് ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത ഈമാനായിരുന്നു, വല്ലാത്ത ഈമാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈജിപ്തിൽ പോകുമ്പോ ഇന്ന് നൈൽ നദി കാണാം. നൈൽ നദി അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. പോയി കാണാമല്ലോ, പക്ഷെ ഇന്ന് പോയി കാണാൻ പറ്റത്തില്ല കേട്ടാ. നൈൽ നദിയൊക്കെ ഇന്ന് പോയി കാണാൻ പറ്റും. ഇതിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ കേൾക്കാറുണ്ട്. മുസാനബി അല്ലേ ഇപ്പൊ നൈൽ നദിയിൽ ഒതുക്കിയ പാട്ട് പാടുന്നില്ലേ? എന്താ സലീം ഉസ്താദ്? വലിയ ചരിത്രങ്ങൾ പറയുന്നതാ നൈൽ നദിയുടെ. പക്ഷെ ഇന്ന് നൈൽ നദി പോയാ ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല, ഞാൻ ഒന്ന് പോയപ്പോ കണ്ടത്, അതുകൊണ്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രയേലും ഫലസ്തീനും ഈജിപ്തും കൈറോയൊക്കെ വലിയ ഉല്ലാസ യാത്രയുണ്ട്. സിയാറത്ത് ടൂർ എന്ന പേരുണ്ട്. പക്ഷേ ആ സിയാറത്ത് ടൂറിൽ നൈൽ നദിയിലൂടെ കപ്പലിൽ ഒരു സഞ്ചാരമുണ്ട്. കപ്പലിൽ ആ നൈൽ നദിയിലൂടെ നമ്മളെ കൊണ്ടുപോകും.
ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നവർ തന്നെ പറയും ഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പം എഴുന്നേറ്റ് പൊക്കോണമെന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല. ഇത് എല്ലാ വർഷമായിട്ട് നടക്കാം. അവസാനം ഇസ്ലാമിന്റെ കീഴിലേക്ക് അത് കടന്നു വന്നു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകാം. എല്ലാവരും ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് അവിടെ നിന്ന് കത്തെഴുതി, ഇങ്ങനൊരു വിഷയമുണ്ട്, എന്ത് ചെയ്യണം? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കത്തെഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കത്തെഴുതി. ആ കത്തെഴുതിയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തു, മിൻ അബ്ദില്ല അംറൻ ഇന്ന നൈൽ മിസ്റിലെ നൈൽ നദിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞ് ബിസ്മി എഴുതിയിട്ടൊരു കത്തെഴുതി. 2 വരി ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ബിസ്മിയൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതി, നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ഇങ്ങനെ ഒഴുകുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം. അല്ല, അല്ലാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഈ എഴുത്തെഴുതിയിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് നൈൽ നദിയിൽ ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. 2 വരിയുള്ള ഒരു എഴുത്തെഴുതി കൊടുത്തു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു എഴുത്ത് കിട്ടി വായിച്ചു നോക്കി. 2 വരി ഇതാ എഴുതിയിരിക്കണേ, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം. അല്ല, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല, ഒഴിക്കൂ. ഈ എഴുത്തെടുത്ത് അങ്ങോട്ടിട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പേ ആ വെള്ളത്തിന്റെ എല്ലാ ഒഴുക്കും മാറി സമാധാനത്തിലായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ചരിത്രമല്ലാതെ കെട്ടുകഥയല്ല, ഇത് ചരിത്രമാണ്. ആ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ആ മഹാനെ ആദരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ മഹാന്റെ മഹത്വം മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ ജീവിച്ചിരുന്ന മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വഫാത്ത് നമുക്കറിയാം. എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ എനിക്ക് നീ ഷഹീദിന്റെ കൂലിയിട്ട എന്നൊരു മരണം തരണേ പടച്ചവനെ. അല്ലാഹുമ്മർസുഖ്നി ഷഹാദ ഫീ ബലദി നബീക. അവിടുന്ന് ദുആ ചെയ്യും, അല്ലാഹുവേ മുത്തുനബിയുടെ മദീനത്ത് കടന്നിട്ട് എനിക്ക് ഷഹീദാകണം. നടക്കാത്ത കാര്യമാ, കാരണം മക്കത്തും മദീനത്തും യുദ്ധമില്ലല്ലോ, പിന്നെ എങ്ങനെ ഷഹീദാകാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ സുബഹി നമസ്കാരം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അവിടെ നിന്നിങ്ങനെ സുബഹി നമസ്കരിക്കുന്നു. സൂറത്ത് യൂസുഫാണ് സുബഹിക്കോതുന്നത്. നമ്മൾ റമദാൻ മാസത്തിൽ മുസമ്മിൽ ഉസ്താദ് ഓതുമ്പോ ഇത്തിരി കുറച്ച് കിട്ടാൻ വേണ്ടി പുറകെ നിന്നിട്ട് ആക്കുന്നവരാണ് ലാലിജിക്ക്. എടാ, ആകെ വർഷത്തിൽ ഒരിക്കൽ ഖത്ത ഓതുന്നത് റമദാനില. അപ്പോഴും നമ്മൾ നോക്കും അല്ലാഹു അടിക്കുന്ന പള്ളി ഏതാണ്? എന്താ പ്രസിഡന്റ് ഉണ്ടായിരിക്കും ഉള്ളതിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും എളുപ്പള്ളിയതാണ്. പിന്നെയും ഊരി കുത്തുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഉമർ തങ്ങൾ കുത്തുകൊണ്ട് പിടയുമ്പോ ഇറങ്ങി പോകുമ്പോ ഒന്നാമത്തെ സഫിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സഹാബാക്കളെയും കുത്തിമറിച്ചു. എല്ലാരും രക്തത്തിൽ പിടഞ്ഞു വീഴുകയാണ്. ഇമാമ കണ്ണിന്റെ മുന്നില് അടുത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്നവർ പടച്ചവനെ പിടഞ്ഞ് താഴെ വീണു. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഒരാള് പോലും ഓടിയില്ല, ഒരാള് പോലും അനങ്ങിയില്ല. എല്ലാവരും തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാ. പല സ്വഹാബാക്കളും സഫില് തൊട്ടടുത്ത് നിന്നവർ വരെ കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ കിടക്കുകയാണ്. ചരിത്രം പറയുന്നു 7ഓളം സ്വഹാബികളോ ഉമർ തങ്ങൾക്ക് അവിടെ നിന്ന് സ്വഹാബത്തിനോട് വിളിച്ചു പറയുകയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ, ആരെങ്കിലും കയറി നിൽക്ക് സഹാബ. അവിടെ നിന്ന് സൂചന കൊടുക്കുമ്പോ തൊട്ടുപുറകിൽ നിന്ന സ്വഹാബി ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, പുറകിൽ നിന്ന സ്വഹാബി കയറിയിട്ട് ഇമാമത്ത് നിൽക്കുകയാണ്. ഖലീഫ കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുകയാ. അപ്പോഴും അവിടെ കയറി നിന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്. സലാം വീട്ടി എല്ലാരും കൂടെ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കിടന്നു വന്നു. വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. വായിക്കകത്തൊഴിച്ചു കൊടുക്കുന്ന പാലുണ്ടല്ലോ, തന്റെ വയറ്റിലൂടെ അടിവയറിലൂടെ വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാ. എല്ലാരും വല്ലാത്ത പ്രയാസത്തിലാണ്. ഈ സമയമുണ്ടല്ലോ, ഉമർ തങ്ങൾ തന്റെ പൊന്നാര മകനെ വിളിക്കുകയാണ്. ഉമർ തങ്ങൾ തന്റെ പൊന്നാര മകനെ വിളിക്കുകയാ. തന്റെ മകനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ അബ്ദുല്ലാ എന്ന പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, വാപ്പ
വാപ്പയുടെ മരണമെടുത്തു മോനെ, വാപ്പയുടെ മരണമെടുത്തു മോനെ. മോനെന്ത് ചെയ്യണമെന്നറിയോ? ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. തന്റെ പൊന്നാര മകനെ ആയിഷാ ബീബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്റെ പൊന്നുമോൻ ചെന്നിട്ട് ചോദിക്കണം, ഉമറാണ് പറഞ്ഞു വിടുന്നത്, ഇസ്ലാമിന്റെ ഖലീഫയല്ല. ഇനി എനിക്കതിന് കഴിയില്ല, കാരണം ആരോഗ്യമില്ലല്ലോ, ഞാനിനി ഖലീഫയല്ലല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു വിടുകയാണ്, ആയിഷാ ബീവിയോട് പോയി ചോദിക്കണം, ഞാൻ മരിച്ചാൽ മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് ഒരു 6 അടി മണ്ണ് എനിക്ക് തരുമോ ആയിഷാ? പൊന്നുമോനെ പറഞ്ഞു വിടുകയാണ്. ആയിഷാ ബീവിയുടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കാൻ, ഒരു 6 അടി മണ്ണ് എനിക്ക് തരുവോ എന്റെ മുത്തുനബിയുടെ ചാരത്ത് കിടക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കിടക്കാൻ എനിക്കൊരു 6 അടി മണ്ണ് തരുവോ? പോയി ചോദിച്ചിട്ട് വാ പൊന്നുമോനെ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ചെന്ന് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു. എന്നിട്ട് അവിടെ നിന്ന്